നമസ്തേ. കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്നത് ഇന്ന് വളരെ സുപരിചിതമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ചെറിയ കുട്ടികൾ തൊട്ട് മുതിർന്നവർക്ക് വരെ അറിയാവുന്നതും ശാസ്ത്രീയമായിട്ട് ഒരുപാട് പേര് വിശകലനം ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യം. കാരണം ഇത് എല്ലാ മനുഷ്യനെയും പ്രത്യക്ഷമായി തന്നെ ബാധിക്കുന്നു. കാരണം അവന്റെ അസ്തിത്വം എന്ന് പറയുന്നത് ഈ കാലാവസ്ഥയിലാണ്. അവസ്ഥ എന്ന് പറയുന്നതിൽ തന്നെ ഒരു അസ്തിത്വം അല്ലെങ്കിൽ എക്സിസ്റ്റൻസ് എന്ന് പറയുന്ന ആ ഒരു എലമെന്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ കാലാവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് ജീവിക്കാൻ ആയിട്ടുള്ളതായിട്ടുള്ള ഒരു എൻവയോൺമെന്റ്, അത് സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ അതിന്റെ ചൂടും തണുപ്പും ജലവും ഖരവും ഒക്കെ ക്രമീകരിക്കപ്പെട്ടു വരുന്ന അവസ്ഥയിലാണ് നമുക്ക് മനുഷ്യന് ഫുള്ളി ഫങ്ഷനിങ് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. പല രാജ്യങ്ങളിലെ കാര്യങ്ങൾ എടുത്തു നോക്കുന്ന സമയത്ത് നമുക്കറിയാം, വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങൾ ജീവിച്ച് ശീലിച്ച മനുഷ്യൻ പരുക്കമായിട്ടുള്ള പ്രകൃതിയിലൂടെയും ജീവിച്ച് മുന്നോട്ട് പോകുന്നതായിട്ടുള്ള കാഴ്ചകൾ. എന്നാൽ മനുഷ്യനൊട്ടും സർവൈവ് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള സ്ഥലങ്ങളും നമ്മുടെ ഭൂമിയിൽ ഒട്ടേറെ ഉണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നു, വളരെയധികം ഈ മഴക്കാലം കഴിഞ്ഞ ഉടനെ ആയിട്ട് പോലും എത്രമാത്രം ചൂടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് പുറത്ത് അനുഭവപ്പെടുന്ന ഈ കാലാവസ്ഥാ വ്യതിയാനം, ചൂടും അതുമാറി പെട്ടെന്നുണ്ടാകുന്ന തണുപ്പും അതുമൂലം ഒരുപാട് പേർക്ക് ഉണ്ടാകുന്നതായിട്ടുള്ള അസുഖാവസ്ഥകളും ഒക്കെ നമുക്കറിയാവുന്നതാണ്. മനുഷ്യന്റെ ആയുർദൈർഘ്യത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വ്യത്യാസത്തെക്കുറിച്ച് നമുക്കറിയാം. മനുഷ്യൻ എത്ര സമീകൃതമായിട്ടുള്ള ആഹാരം കഴിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ എത്രമാത്രം പ്രകൃതിദത്തമായിട്ടാണ് മനുഷ്യൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ പല സ്ഥലങ്ങളും വിസിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, ചില സ്ഥലങ്ങളിൽ പ്രകൃതിയെ അധികം നശിപ്പിക്കാതെ തന്നെ അവിടെ ക്രമീകരണങ്ങൾ നടത്തുകയാണ്. അതായത് പ്രകൃതി മനുഷ്യന് വേണ്ടി കുറച്ച് അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യുന്നു, മനുഷ്യൻ തിരിച്ചും കുറച്ച് അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യുന്നു. എന്നാൽ മറ്റു ചില സ്ഥലങ്ങളിലാകട്ടെ വളരെ അഗ്രസീവായിട്ട് മനുഷ്യൻ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ട്, എന്നാൽ അതിന് ബദലായിട്ടുള്ള മറ്റൊരു മരങ്ങൾ നട്ടുപിടിപ്പിക്കുകയോ അല്ലെങ്കിൽ പ്രകൃതിയെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഒന്നും ചെയ്യാതെ തന്നെ പണത്തിനു വേണ്ടിയും മനുഷ്യന്റെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടിയും ഒക്കെ ഒരുപാട് മരങ്ങളും അല്ലെങ്കിൽ വനങ്ങളും ഒക്കെ ഇല്ലാതാക്കുന്നതും അല്ലെങ്കിൽ കൃഷി പോലും ഇല്ലാതാകുന്നതുമായിട്ടുള്ള കാഴ്ചയും, കോൺക്രീറ്റ് കെട്ടിടങ്ങളും കോൺക്രീറ്റ് റോഡുകളും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ സദാസമയം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചെറുതായിട്ടുള്ള കാര്യങ്ങളല്ല ഞാൻ പറയുന്നത്, ലാർജ് സ്കെയിലുള്ള കാര്യങ്ങൾ പല വിദേശ രാജ്യങ്ങളിലും ചെയ്യുന്ന സമയത്ത് അവിടെ തത്തുല്യമായിട്ടുള്ള രീതിയിൽ വനം വെച്ചുപിടിപ്പിക്കുന്നതായിട്ടുള്ള അവസ്ഥകൾ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം നമ്മൾ ഈ സ്പിരിച്വാലിറ്റിയിലേക്ക് വരുന്ന സമയത്ത്, നമ്മൾ ആത്മീയതയിലേക്ക് വരുന്ന സമയത്ത്, നവയുഗ ആത്മീയതയുടെ ആ ഒരു വീക്ഷണത്തിൽ നോക്കുന്ന സമയത്ത് ഒരുപാട് മത ആരാധനാലയങ്ങളൊക്കെ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ വലുത് പൊങ്ങിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അവിടെ കാട് വെട്ടിത്തെളിച്ചു, അല്ലെങ്കിൽ അവിടെ കൃഷിസ്ഥലമായിരുന്നു, പ്രകൃതിയെ അവിടെ മാറ്റിമറിച്ച് അവിടെ ഉണ്ടായിരുന്ന മരങ്ങളും ചെടികളും ഒക്കെ ഇല്ലാതാക്കിക്കൊണ്ട് അവിടുത്തെ ഭൂപ്രകൃതി ചിലപ്പോൾ കുന്നിടിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ താഴ്ന്ന നിലങ്ങൾ ഉയർത്തിയിട്ടായിരിക്കും, എന്ത് തന്നെയാണെങ്കിലും അങ്ങനെ കെട്ടിപ്പൊക്കുന്ന സമയത്ത് മനുഷ്യൻ അതിനുള്ളിൽ കയറിയിരിക്കുന്ന സമയത്ത് അവന് ചൂട് അനുഭവപ്പെടുന്നു, അവൻ ഫാൻ ഉപയോഗിക്കുന്നു, അവൻ AC ഉപയോഗിക്കുന്നു. ഇതൊന്നും ഇല്ലാത്ത അവസ്ഥയിൽ അവൻ അവിടെ സർവൈവ് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള ഒരു അവസ്ഥയും ഉണ്ടാകുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന്റെ സുഖ സൗകര്യങ്ങൾക്കുള്ളിൽ ഇരുന്നു കൊണ്ട് ആത്മീയതയെ മാറ്റിമറിക്കുക എന്നുള്ള ഒരു അവസ്ഥയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ധർമ്മം എന്ന് പറയുന്നത്, പ്രകൃതി എന്ന് പറയുന്നത് നമ്മുടെ ദൈവികമായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തിന്റെ ഏറ്റവും ഒരു ലിവിങ് ഗാർമെന്റ്, അത് നമ്മുടെ ഏറ്റവും തൊട്ടടുത്തുള്ള ദൈവത്തിന്റെ ഒരു ഭൗതികമായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ് നേച്ചർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഭാരതീയ തത്വശാസ്ത്രങ്ങളിൽ ധർമ്മം അല്ലെങ്കിൽ കർമ്മം എന്നൊക്കെ പറയുന്ന സമയത്ത് അത് പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടും കൂടി മുന്നോട്ട് പോകുന്നത് കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ കേരളത്തിലെ കാവുകളുടെ കാര്യങ്ങൾ എടുക്കുകയാണെങ്കിലും ഭാരതത്തിലെ പ്രാചീന ക്ഷേത്രങ്ങളുടെ കാര്യങ്ങൾ എടുക്കുകയാണെങ്കിലും ഒക്കെ അത് പ്രകൃതിയുമായിട്ട് ഇണങ്ങി കുന്നുകളിലും, അല്ലെങ്കിൽ ആ കാവുകൾ എന്നൊക്കെ പറയുമ്പോൾ അവിടെ കൃത്യമായിട്ട് അതൊരു ചെറിയൊരു വനത്തിനുള്ളിൽ തന്നെയാണ്, അല്ലെങ്കിൽ അതൊരു ചെറിയ വനം തന്നെയാണ്, അവിടെ സംരക്ഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു. അവിടുത്തെ ജലത്തെ പോലും അത്ര അമൂല്യമായി കണ്ടുകൊണ്ട് അതിന് യാതൊരു തീണ്ടലും കൂടാതെ അവിടുത്തെ ജീവജാലങ്ങളെ സംരക്ഷിച്ചുകൊണ്ടാണ് അന്ന് മനുഷ്യൻ ആരാധനാ രീതികൾ ഉണ്ടാക്കിയിരുന്നത്, അല്ലെങ്കിൽ മനുഷ്യൻ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. കാരണം പ്രകൃതിയുമായിട്ട് മനുഷ്യൻ വളരെ അടുത്തായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവന് പ്രകൃതിയിൽ നിന്നുള്ള അനുഗ്രഹവും അവന്റെ ആരോഗ്യവും അവന്റെ ആയുസ്സും ഒക്കെ നല്ല രീതിയിൽ പോയതും, അവരൊക്കെ ആരോഗ്യകരമായിട്ട് സർവൈവ് ചെയ്തതുകൊണ്ടാണ് നമ്മളൊക്കെ ഇന്ന് ഇവിടെ ആയിരിക്കുന്നതും. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഈ ധർമ്മത്തിൽ അല്ലെങ്കിൽ ഈ കർമ്മത്തിൽ നമ്മൾ ഉണ്ടാക്കുന്നതായിട്ടുള്ള ഭ്രംശങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്നതായിട്ടുള്ള ഈ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ നോക്കിക്കാണേണ്ട ഒരു വസ്തുത തന്നെയാണ്. അപ്പൊ മനുഷ്യന്റെ സുഖ സൗകര്യങ്ങളോടൊപ്പം തന്നെ ആത്മീയതയിൽ ഒരു ഫേക്ക് സ്പിരിച്വാലിറ്റി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ഇന്ന് മനുഷ്യൻ അത്ഭുതങ്ങൾ എന്നൊക്കെ കേൾക്കുന്ന പാടെ ഇറങ്ങി പുറപ്പെടുകയാണ്, പല മനുഷ്യരുടെയും പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിലുള്ള ദൈവത്തിന്റെ അസ്തിത്വത്തിനെ സ്വന്തം ഉള്ളിൽ നിന്ന് മനുഷ്യന് കണ്ടെത്താനായിട്ട് സാധിക്കുന്നില്ല. ദൈവവുമായിട്ടുള്ള മനുഷ്യന്റെ ആ ഒരു
ഛായ, സാദൃശ്യം തുടങ്ങിയ കാര്യങ്ങളൊന്നും അവനവന്റെ ഉള്ളിൽ തന്നെ അവനവന് ഡിസ്കവർ ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ മനുഷ്യൻ, അത്തരത്തിലൊരു ദയനീയമായിട്ടുള്ള അവസ്ഥയിലൂടെ മനുഷ്യൻ ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഫേക്ക് സ്പിരിച്വാലിറ്റിയുടെ ഭാഗമായിട്ട് ഈ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ട് അതിനുള്ളിൽ കയറിയിരുന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ഫാനിന്റെയും ആ AC-യുടെയും തണുപ്പിലിരിക്കുന്ന സമയത്താണോ, നമ്മളൊരു വനത്തിൽ സന്ദർശിച്ച് അല്ലെങ്കിൽ നമ്മളൊരു പ്രകൃതിദത്തമായിട്ടുള്ള ഒരു സ്ഥലത്തെത്തി അവിടെയുള്ള മരത്തിന്റെ ചുവട്ടിൽ ചെലവഴിക്കുന്ന സമയത്താണോ നമുക്ക് കൂടുതൽ എനർജി കിട്ടുന്നത്, നമുക്ക് ഓക്സിജൻ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്, നമ്മുടെ ശരീരത്തിന്റെ അസ്വസ്ഥതകൾ കുറയുന്നത്, നമ്മളിലുള്ള പല രോഗങ്ങളും വിട്ടുമാറി പോകുന്നത് എന്നൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പൂർവികന്മാർ കണ്ടെത്തിയിട്ടുണ്ടായിരുന്ന, അല്ലെങ്കിൽ അവർ സജസ്റ്റ് ചെയ്തിട്ടുള്ള ഈ ധർമ്മത്തിന്റെയും ഈ പ്രകൃതിദത്തമായിട്ടുള്ള കർമ്മത്തിന്റെയും ഒക്കെ എലമെന്റ്സിനെ വളരെ അത്ഭുതകരമായിട്ട് നമുക്ക് നോക്കിക്കാണാനായിട്ട് സാധിക്കും. അതിന്റെ ശാസ്ത്രീയമായിട്ടുള്ള വാലിഡിറ്റി പോലും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. പ്രകൃതിയുടെ ഉള്ളിലിരിക്കുമ്പോൾ, ഇപ്പോൾ ഒരു വനത്തിൽ നമ്മൾ പോയി ഇരിക്കുകയാണെങ്കിൽ അവിടെയുള്ള പക്ഷികളുടെ ശബ്ദം, അതിലെയുള്ള ചിത്രശലഭങ്ങൾ, അവിടെ നിന്നുള്ള സുഗന്ധം, പല രീതിയിലുള്ള പുഷ്പങ്ങളുടെയും ഇലകളുടെയും മരങ്ങളുടെയും ഒക്കെ ഗന്ധം, അതൊക്കെ ഒരു മെഡിസിൻ പോലെ തന്നെ നമുക്ക് പ്രവർത്തിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഉള്ളിലെ മാനസിക സമ്മർദ്ദം ഈ ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് നമ്മുടെ കോൺഷ്യസ്നെസ്സിൽ മാറ്റം ഉണ്ടാകുകയാണ്. നമ്മുടെ ഉള്ളിലെ മാനസിക സമ്മർദ്ദം കുറയുകയാണ്, നമ്മുടെ ഉള്ളിലെ ആൻസൈറ്റി കുറയുകയാണ്, നമ്മുടെ ഉള്ളിലെ സ്ട്രെസ് കുറയുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ശാന്തത അനുഭവപ്പെടുകയാണ്. അപ്പൊ ആ ശാന്തതയിൽ നമുക്ക് കൂടുതൽ മുഴുകാനായിട്ടും ലയിക്കാനായിട്ടും ആഴത്തിലേക്ക് പോകാനായിട്ടും സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഒരു സമാധി പ്രാപിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. കാരണം അത്രയധികം നമ്മൾ പ്രപഞ്ചം അല്ലെങ്കിൽ പ്രകൃതിയിലൂടെ നമ്മൾ പ്രപഞ്ചത്തിലേക്ക് ലയിക്കുന്നതായിട്ടുള്ള ഒരു ടെമ്പററി സമാധി അവസ്ഥ നമുക്കവിടെ സ്വായത്തമാക്കാനായിട്ട് സാധിക്കുകയാണ്. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മരങ്ങളും ചെടികളും പക്ഷികളും ഈ ജീവജാലങ്ങളും ഒക്കെ മനുഷ്യന്റെ ബോധത്തിൽ മാറ്റം വരുത്തുന്നു. ഇന്ന് പല ആളുകളും മണ്ണിൽ തൊട്ടിട്ടില്ല, പ്രകൃതിയിലേക്ക് ഇറങ്ങിയിട്ടില്ല, ജീവജാലങ്ങളുമായിട്ട് ഇടപെട്ടിട്ടില്ല. എന്തിന്, സഹജീവികളോട് പോലും കൃത്യമായിട്ട് ഇടപെടാനുള്ള അവസരം ലഭിക്കാതെ കോൺക്രീറ്റ് കെട്ടിടത്തിൽ നിന്ന് വാഹനത്തിലും പിന്നീട് അടുത്ത കോൺക്രീറ്റ് കെട്ടിടത്തിലേക്കും കയറി ഇറങ്ങി പോകുന്നതായിട്ടുള്ള ജീവിതങ്ങളെ എടുത്തു നോക്കുന്ന സമയത്ത് അവരുടെ ആത്മീയ അനുഭവം അല്ലെങ്കിൽ അവരുടെ ബോധത്തിന്റെ അവസ്ഥയും പ്രാചീന വനാന്തരങ്ങളിൽ തപസ് ചെയ്തിട്ട് ഇന്നത്തെ കാലത്തും ഇനി വരാനിരിക്കുന്ന കാലത്തെയും കാര്യങ്ങളൊക്കെ കണ്ടതായിട്ടുള്ള മഹർഷിമാരുടെ ബോധത്തിന്റെ അവസ്ഥയും തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്തു നോക്കിയാൽ വിധിക്കാനല്ല, നമുക്ക് ഇതിന്റെ അവസ്ഥകൾ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഈ ചിന്തകൾ ഉപകാരപ്പെടും എന്നുള്ളതാണ്. മനുഷ്യനും ജീവജാലങ്ങളും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു സേക്രഡ് എക്കോസിസ്റ്റം ആയിരുന്നു നമ്മുടെ പൂർവികർ നമ്മുടെ മുന്നിലേക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മൃഗപരിപാലനം തൊട്ട്, അത് ഗോക്കളായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ആനിമൽസ് ആയിക്കോട്ടെ, ആ പരിപാലനം, അതിന്റെ സംരക്ഷണം, അതിന് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നു. ഇപ്പൊ നമ്മൾ പാമ്പുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നതായിട്ടുള്ള ആചാരങ്ങളുണ്ട്. വയനാട് വള്ളിയൂർക്കാവിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ അത് കാണാനായിട്ട് സാധിക്കും. അതുപോലെ മറ്റു പല ജീവജാലങ്ങളെയൊക്കെ ആരാധിക്കുക എന്ന് പറയുമ്പം അതിനെ ദൈവമായിട്ട് കാണുക എന്നുള്ളതിനപ്പുറത്തേക്ക് അതിലെ ദൈവത്വത്തിന്റെ അംശത്തെ അല്ലെങ്കിൽ ആ ഒരു റെപ്രസെന്റേഷനെ അവിടെ മനുഷ്യൻ വണങ്ങുകയാണ്, നമിക്കുകയാണ് ചെയ്യുന്നത്. പലരും അന്ധമായിട്ട് അതിനെ ദൈവമായിട്ട് കാണേണ്ട അങ്ങനെ ഒരു രീതിയിലാണ് അതിനെ ഇന്റർപ്രറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ ഇതുമായിട്ടുള്ള ഒരു സേക്രഡ് എക്കോസിസ്റ്റം, പരസ്പര ബഹുമാനത്തോടു കൂടിയുള്ള പരിശുദ്ധമായിട്ടുള്ള ഒരു ബന്ധമാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. കാരണം ഇതൊരു ഗിവ് ആൻഡ് ടേക്ക് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതായിട്ടുള്ള ഒരു അവസ്ഥയാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഈ മനസ്സിന്റെ കാംനെസ്, പിന്നെ ഈ മഹർഷിമാരുടെ ഒക്കെ കാര്യത്തിലേക്ക് എടുക്കുന്ന സമയത്ത് അവർ വനത്തിൽ പോയി തപസ് ചെയ്തു എന്ന് പറയുമ്പോൾ പല ആളുകളും ചിന്തിക്കുന്നത് അവര് ഐസൊലേഷൻ അല്ലെങ്കിൽ ഒറ്റപ്പെട്ടതായിട്ടുള്ള ഏകാന്തതയെ അന്വേഷിച്ചുകൊണ്ട് വനത്തിൽ പോയി എന്നൊക്കെയുള്ള രീതിയിൽ മാത്രം ചിന്തിക്കാറുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ആൻസൈറ്റിയും സ്ട്രെസ്സും ഒക്കെ റെഡ്യൂസ് ചെയ്ത് മനസ്സിനെ ഓപ്പൺ ആക്കിക്കൊണ്ട് വളരെ കാമായിട്ടുള്ള ശാന്തതയുടെ ആഴത്തിലുള്ള തലങ്ങളിൽ എത്തുന്ന സമയത്ത് ആ ഒരു അവസ്ഥയെ സ്വായത്തമാക്കാൻ വേണ്ടി കൂടിയിട്ടാണ് അവര് ഈ ഫോറസ്റ്റുകളിൽ സമയം ചെലവഴിക്കുന്നത്. അതുവഴി അവരവരുടെ ബോധമണ്ഡലത്തിനെ ഉയർത്തിക്കൊണ്ടുവന്ന് ബോധമണ്ഡല വികാസം പ്രാപിക്കുകയും പിന്നീട് ജ്ഞാനോദയത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുകയാണ്. ഇന്ന് പല ആളുകളും, ഈ പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾ ചിലപ്പോൾ പഴയ ആളുകളെ കളിയാക്കുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷെ പുതിയ തലമുറയിലുള്ള ആളുകൾ നൽകിയിരിക്കുന്ന അത്ര കോൺട്രിബ്യൂഷൻ ആണോ പണ്ടുള്ള ആളുകൾ നൽകിയിരുന്നത്? തോമസ് ആൽവ എഡിസന്റെയും നിക്കോളാസ് ടെസ്ലയുടെയും ആ കാലഘട്ടത്തിലും അതിനുശേഷവും അതിനു മുമ്പും ഉണ്ടായിരുന്ന തത്വചിന്തകരും സയന്റിസ്റ്റുകളും മനഃശാസ്ത്രജ്ഞരും വൈദ്യന്മാരും അല്ലെങ്കിൽ ഡോക്ടേഴ്സും ഒക്കെ നൽകിയതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഇന്നത്തെ ഒരു ജനറേഷന് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ബ്രേക്ക് ത്രൂ ആയിട്ടുള്ള പുതിയ കണ്ടുപിടുത്തങ്ങൾ, അതായത് പണ്ടുള്ളതിനെ ആൾട്ടർ ചെയ്തും എൻഹാൻസ് ചെയ്തും പോകുന്നതിനപ്പുറത്തേക്ക് പുതിയതായിട്ടുള്ള എത്രത്തോളം ഇന്നോവേഷൻ നമുക്ക് നൽകാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതും ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ്. ഇന്ന് പല ആളുകളോട് സംസാരിക്കുന്ന സമയത്ത് അവർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഫുഡ് കഴിക്കുക, ട്രാവൽ ചെയ്യുക, എൻജോയ് ചെയ്യുക, ഇത് മാത്രമാണ് അവരുടെ താല്പര്യം.
അങ്ങനെയുള്ള ഉത്തരങ്ങൾ കേട്ടു മടുത്ത് ഞാൻ പല സ്ഥലങ്ങളിലും ക്ലാസ് എടുക്കാനായിട്ട് പോകുന്നത് പോലും ഞാൻ നിർത്തി. എന്തുകൊണ്ടെന്നാൽ നമ്മൾ പറയുന്നതായിട്ടുള്ള ഈ കാര്യങ്ങൾ അവർക്ക് കേൾക്കേണ്ട, അവർക്ക് ഗ്രഹിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. പിന്നീട് ഞാൻ മനസ്സിലാക്കി ലോകത്ത് എവിടെയൊക്കെയോ കിടക്കുന്ന ഒരു ന്യൂനപക്ഷത്തിനാണ് അത് വേണ്ടത് എന്നും ആ വ്യക്തികൾ ഇന്ന് ഞാൻ ഈ സംസാരിക്കുന്നത് ഈ ചാനലിലൂടെ കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതും. സോ അനാവശ്യമായിട്ട് ഒരു ബാലൻസ്ഡ് അല്ലാത്ത രീതിയിൽ മറ്റൊരു മേഖലയിൽ കോൺട്രിബ്യൂഷൻ നൽകാത്ത രീതിയിൽ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തിനോടുള്ള ആക്രമണം പോലെ തന്നെയാണ്. ഈ കാർമിക് എഫക്റ്റ്, ഈ കർമ്മത്തിന്റെ എഫക്റ്റ് വളരെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. വീടിന്റെ മുൻവശത്തുണ്ടായിരുന്ന മരങ്ങൾ വെട്ടിമുറിച്ച് നീക്കുന്ന സമയത്ത് അടുത്ത വേനൽക്കാലത്ത് തന്നെ നമ്മൾ തീർച്ചയായിട്ടും ഇമ്മീഡിയറ്റ് ആയിട്ട് അതിന്റെ റിസൾട്ട് സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷികൾ, മൃഗങ്ങൾ, കീടങ്ങളൊക്കെ ഇതൊക്കെ കോസ്മിക് ബാലൻസിങ്ങിന്റെ ഒരു ഭാഗമാണ്. അവയെ നശിപ്പിക്കുന്നത് നമ്മുടെ ബോധത്തെ തന്നെ കുറയ്ക്കുന്നു എന്നാണ് പറയാനായിട്ട് സാധിക്കുന്നത്. മഹർഷിമാരുടെ വനജീവിതം എന്ന് പറയുന്നത് ഒറ്റപ്പെടലിന് വേണ്ടി മാത്രമായിരുന്നിട്ടില്ല, അത് ഹയർ കോൺഷ്യസ്നെസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയായിരുന്നു അവർ വനവുമായിട്ട് പ്രകൃതിയുമായിട്ട് അടുത്തിരുന്നത്. മരങ്ങളുടെ ചുവട്ടിൽ മെഡിറ്റേറ്റ് ചെയ്തിരുന്നത് പ്രാണ റീചാർജിങ്ങിന് വേണ്ടിയും അതുപോലെ തന്നെ ഗ്രൗണ്ടിങ്ങിന് വേണ്ടിയും സ്പിരിച്വൽ ബാലൻസ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയും കൂടിയായിരുന്നു. ശാസ്ത്രീയമായിട്ട് തന്നെ പറയുന്നുണ്ട്, നമ്മൾ നഗ്നപാദം കൊണ്ട് ഭൂമിയിൽ ചവിട്ടുന്ന സമയത്ത് അതിനനുസരിച്ചിട്ടുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് ഇന്ററാക്ഷൻ നടക്കുന്നുണ്ട് എന്നുള്ളത്. എങ്ങനെയാണ് പ്രകൃതിയുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഹയർ വൈബ്രേഷനിലേക്ക് ഉയരാൻ സാധിക്കുന്നത് എന്നുള്ളത് മുൻപ് ചെയ്ത ചില വീഡിയോകളിൽ വളരെ വിശദമായിട്ട് ഞാൻ പറഞ്ഞതുകൊണ്ട് അതിന്റെ ഉള്ളിലേക്ക് ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല. അടുത്തതായിട്ടുള്ള ഒരു പോയിന്റിലേക്ക് കടക്കുകയാണ്. സോ ആധുനിക മനുഷ്യന്റെ തെറ്റ് എന്ന് പറയുന്നത് കോൺക്രീറ്റ് ജംഗിൾ അല്ലെങ്കിൽ കോൺക്രീറ്റിന്റെ കാടുകൾ, ഹീറ്റ്, സ്ട്രെസ്, അതുപോലെ തന്നെ രോഗങ്ങൾ, ഇതൊക്കെ മനുഷ്യൻ വരുത്തി വെക്കുകയാണ്. എന്നാൽ പ്രകൃതിയുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്ന ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഹീലിംഗ്, അതുപോലെ തന്നെ സമാധാനം, യഥാർത്ഥത്തിലുള്ള സമൃദ്ധി, ഇതൊക്കെ നമുക്ക് ലഭിക്കുകയാണ്. നമ്മുടെ ടാപ്പിലൂടെ വരുന്ന വെള്ളത്തിനപ്പുറത്തേക്ക് നമ്മൾ ഒരു വനത്തിലൂടെ ഒഴുകുന്ന ഒരു ചെറിയ അരുവിയിൽ പോയിട്ട് നമ്മുടെ മുഖം കഴുകുമ്പോൾ ലഭിക്കുന്ന ഊർജം എന്ന് പറയുന്നത് വ്യത്യാസമുള്ളതാണെന്ന് നിങ്ങൾ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ശരീരം തന്നെ പ്രകൃതിയാണ്. നമ്മുടെ ഭക്ഷണം, വെള്ളം, വായു, ഇതെല്ലാം പ്രകൃതിയിൽ നിന്നുള്ളതും അല്ലെങ്കിൽ പ്രകൃതിയുടെ ഭാഗം തന്നെയും. നമ്മുടെ ശരീരം നശിച്ചു കഴിയുന്ന സമയത്ത് ഇതെല്ലാം പ്രകൃതിയിലേക്ക് ലയിക്കുകയും ചെയ്യുന്നു, നമ്മുടെ ഭൗതികമായിട്ടുള്ള ഈ അവസ്ഥകൾ. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ പ്രകൃതിയുടെ സൈക്കിളിന്റെ ഒരു അവസ്ഥ മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ആത്മീയമായിട്ടുള്ള നമ്മുടെ അവയർനെസ്സും ബോധവും ഉയർച്ചയുമാണ് ഇത്തരത്തിലുള്ള ഭൗതിക മാനങ്ങൾക്ക് അപ്പുറത്തേക്ക് അതർ ഹയർ ഡയമെൻഷൻസിലേക്ക് നമ്മളെ ഉയർത്തിക്കൊണ്ട് പോകുന്നതും നമ്മളെ അമർത്യരായിട്ട് അല്ലെങ്കിൽ ഇമ്മോർട്ടൽ ബീയിങ്സ് ആയിട്ട്, ഇൻഫിനിറ്റ് ബീയിങ്സ് ആയിട്ട് ഈ പ്രപഞ്ചത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും. നമ്മൾ ജനക്കൂട്ടത്തിനിടയിലൂടെ, ഒരു ക്രൗഡിനിടയിലൂടെ, ഒരു സിറ്റിയിൽ കൂടെ നടക്കുന്ന സമയത്താണോ, ശാന്തമായിട്ടുള്ള ഒരു വനത്തിൽ കൂടെ നടക്കുന്ന സമയത്താണോ നമുക്ക് കൂടുതൽ പീസ് അല്ലെങ്കിൽ ശാന്തത, എനർജി, അല്ലെങ്കിൽ നമുക്ക് കൂളായിട്ടുള്ള ഒരു അവസ്ഥ ഫീൽ ചെയ്യുന്നത്? എല്ലാ മനുഷ്യനും ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് പ്രകൃതിയുമായിട്ട് അടുത്തുകൊണ്ടിരിക്കുന്നത്. പൊല്യൂട്ടഡ് ആയിട്ടുള്ള അവസ്ഥകളിൽ നമ്മൾ ഡിസ്കംഫർട്ട് ആകുന്ന സമയത്ത് നമ്മൾ പ്രകൃതിദത്തമായിട്ടുള്ള പച്ചപ്പിൽ സന്തോഷവാന്മാരും സന്തോഷവതികളുമാവുകയാണ്. സമാധാനത്തെ നമ്മൾ റിയലൈസ് ചെയ്യുകയാണ്. പ്രകൃതിയിൽ നിന്ന് നമുക്ക് ഊർജം സ്വീകരിക്കാനായിട്ടുള്ള ഏറ്റവും നല്ല വഴികളിൽ ഒന്നാണ് ബെയർ ഫൂട്ടായിട്ട്, നഗ്നപാദത്തോടു കൂടി, എന്റെ പിന്നിൽ കാണുന്ന ഈ വഴി കണ്ടില്ലേ, ഇതുപോലെയുള്ള മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളിൽ കൂടെ നടക്കുക. ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പാദരക്ഷകൾ ധരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ അങ്ങനെ നിന്ന് സംസാരിക്കുന്ന സമയത്ത്, മുൻപുള്ള ഒരു വീഡിയോയിൽ ഞാൻ നല്ല ഒരു ഫോറസ്റ്റിന്റെ ഉള്ളിൽ തന്നെ നിന്നായിരുന്നു സംസാരിച്ചു കൊണ്ടിരുന്നത്. അങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്ന അവസ്ഥയിൽ എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം, നമ്മുടെ സംസാരത്തിന്റെ ഫ്ലോ, അതുപോലെ തന്നെ നമ്മുടെ മെന്റൽ കൊഗ്നീഷൻ അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾ, അതൊക്കെ വളരെ ഫ്രീ ഫ്ലോ ആയിട്ട് മുന്നോട്ട് പോകുന്നത് എനിക്ക് അനുഭവിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഒരു മുറിയിൽ ഇരുന്നു കൊണ്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ, ഈവൻ ഒരു ക്ലാസ് റൂമിലാണെങ്കിൽ പോലും നമ്മൾ സംസാരിക്കുന്നതിനേക്കാൾ എത്രയോ കുറച്ച് ഊർജത്തിൽ നമുക്ക് കൂടുതൽ ഡീപ്പായിട്ടുള്ള, മീനിങ് ആയിട്ട് നമുക്ക് സംസാരിക്കാനായിട്ട് സാധിക്കുന്നു. അവിടെ ഞാൻ റിയലൈസ് ചെയ്യുകയാണ്, പ്രകൃതി അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ ഊർജം നമ്മളിലൂടെ കൂടുതലായിട്ട് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് പ്രകൃതിയുമായിട്ട് അടുക്കുന്നത് നമ്മളെ സഹായിക്കുന്നുണ്ട് എന്നുള്ളത്. ഈ ബെയർ ഫുട്ട് വാക്കിംഗ് എന്ന് പറയുമ്പം അത് ഓരോരുത്തരുടെ ആരോഗ്യസ്ഥിതി, അവരുടെ ഡോക്ടറുടെ നിർദ്ദേശം, അതിനൊക്കെ അനുസരിച്ച് വേണം ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഒരു മരത്തിനെ ഹഗ് ചെയ്യുന്ന സമയത്ത് പോലും നമുക്ക് ഊർജം ലഭിക്കുന്നു എന്നുള്ളതാണ്. മരങ്ങളോടും ചെടികളോടും ചിത്രശലഭങ്ങളോടും പക്ഷികളോടും സംസാരിക്കുന്ന ആളുകളെ നമുക്കറിയാവുന്നതാണ്. എന്തിനേറെ പറയുന്നു, സൈലന്റ് ആയിട്ട് നമ്മൾ പ്രകൃതിദത്തമായിട്ടുള്ള സ്ഥലങ്ങളിൽ ഇരിക്കുന്ന സമയത്ത് പോലും നമുക്ക് ശാന്തതയും നമുക്ക് കൂടുതൽ ഊർജവും അനുഭവപ്പെടുന്നു. നമ്മൾ എത്രമാത്രം മാനസികമായിട്ട് തകർന്നതാണെങ്കിൽ പോലും നമ്മളെ ഹീൽ ചെയ്യാനുള്ള പവർ ഒരു സൈക്കോളജിസ്റ്റിനെ പോലെ തന്നെ പ്രകൃതിയും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അതിനുതകുന്ന അവസ്ഥകളിൽ.
നമുക്ക് സാധിക്കാത്തതായിട്ടുള്ള അവസ്ഥകൾ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മനഃശാസ്ത്രപരമായിട്ടുള്ള സഹായങ്ങൾ തേടുകയും വേണം. അതുപോലെ തന്നെ ചിത്രശലഭങ്ങളെ നോക്കുന്നതും ചെറുതായിട്ട് ഒഴുകുന്നതായിട്ടുള്ള അരുവിയുടെയോ അല്ലെങ്കിൽ പുഴയുടെയോ കരയിലൊക്കെ ഇരിക്കുന്ന സമയത്തൊന്നും നമ്മൾ എത്ര നേരം അവിടെ ഇരുന്നിട്ടുണ്ടെങ്കിലും നമ്മൾ മടുക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മളൊരു മൊബൈൽ ഫോണിൽ നമ്മൾ വീട്ടിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ജോലി സ്ഥലത്തോ മറ്റേതെങ്കിലും അവസ്ഥകളിലാണെങ്കിൽ നമ്മൾ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ സ്മാർട്ട് ഫോണിൽ കൂടെ നമ്മൾ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇങ്ങനെ പ്രകൃതിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളിൽ നിന്ന്, കുറേ അഡിക്ഷൻസിൽ നിന്ന് നമുക്ക് വിടുതൽ ലഭിക്കുകയാണ്. ഈ ജലമൊക്കെ ഒഴുകുന്ന ശബ്ദത്തിന് അവിടെ ഒരു സബ്റ്റിൽ പ്രാണ ഫ്ലോ നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. കാരണം ജലം എന്ന് പറയുന്നത് ജീവന്റെ ആധാരമായിട്ടുള്ള കാര്യമാണ്. ജലമില്ലാത്ത ഗ്രഹങ്ങളിലൊക്കെയുള്ള അവസ്ഥ എന്താണെന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. നമ്മൾ ആദ്യം മറ്റ് ഗ്രഹങ്ങളിൽ ജീവനുണ്ടോ എന്ന് അന്വേഷിക്കുമ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് അവിടെ ഈ പറയുന്ന ജലത്തിന്റെ സാന്നിധ്യം ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ജലമായിക്കോട്ടെ, വായു ആയിക്കോട്ടെ, ഈ പ്രകൃതി കനിഞ്ഞു നൽകിയിരിക്കുന്ന എന്ത് കാര്യം തന്നെ ആയിക്കൊള്ളട്ടെ, അത് സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ധർമ്മമാണ്, നമ്മുടെ കർമ്മമാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടും അതിനോട് അടുക്കുന്നത് വഴി നമുക്ക് ബോധമണ്ഡല വികാസത്തിലൂടെ ഹയർ കോൺഷ്യസ്നെസ്സിലേക്ക് ഉയരാനായിട്ട് സാധിക്കും എന്നുള്ളതും കൂടി മനസ്സിലാക്കിക്കൊണ്ട് തൽക്കാലത്തേക്ക് ഈ വീഡിയോ തുടരുവാൻ വേണ്ടി നിർത്തുകയാണ്. നമസ്തേ.